മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരു പദ്ധതി ഒരുക്കി. ആ പദ്ധതി പ്രവാചകൻ മുഖാന്തരം ജനത്തോട് വിളംബരം ചെയ്തു. എന്താ? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. കേട്ടോ, യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറയുക, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. എത്ര വർഷം മുമ്പാ? 700 വർഷം മുമ്പ് പരിശുദ്ധാത്മാവിൽ പ്രവചിച്ച പ്രവചനം. കന്യക ഗർഭിണിയായി ഒരു മകനെ, മകനെ അമ്മാമെ പ്രസവിച്ചപ്പം മോളായിപ്പോയോ? മകനെ എന്നല്ലേ പ്രവാചകൻ പറഞ്ഞേ? അത് തെറ്റിപ്പോയി. പ്രസവിച്ചപ്പോൾ മോളായോന്ന് ഇല്ല. ആരായിരുന്നു? മോൻ തന്നെ ആയിരുന്നു. അതാ ദൈവത്തിൻ്റെ പ്രവാചകൻ. ദൈവത്തിൻ്റെ പ്രവാചകൻ 700 വർഷം മുമ്പ് മോനെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല, മോനാ. നമ്മുടെ നാട്ടിൽ കറക്കി കുത്തുന്ന പ്രവാചകന്മാരുണ്ട്. ടി വിയിലും ഫേസ്ബുക്കിലും ഒക്കെ കറക്കി കുത്തുന്നതുണ്ട്. ആ കറക്കിക്കുത്ത് പ്രവാചകന്മാരുടെ കെണി പോയി പെട്ടിട്ട് പെന്തിക്കോസുകാരെല്ലാം കള്ളന്മാരെന്നൊന്നും പറഞ്ഞേക്കരുത്. ഞങ്ങൾക്ക് ഇത്തരം ക്ഷുദ്രജീവികളുമായിട്ട് ഒരു ബന്ധവുമില്ല, ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഇനി അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല. ഈ കാലത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു മാങ്ങയില്ലേ? മാങ്ങയുണ്ട്. അപ്പുറത്തൊരു തേങ്ങയില്ലേ? തേങ്ങയുണ്ട്. ഒരു ഇടിഞ്ഞ മതിൽ ഞാൻ കാണുന്നു. കാണുന്നു. അതാണോ നിങ്ങളുടെ വീട്? നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? അത് ആത്മാവിന് അറിഞ്ഞുകൂടാ. മാങ്ങ അറിയാം, ചക്ക അറിയാം, തേങ്ങ അറിയാം. വീട്ടിൽ എത്ര പേരുണ്ടെന്ന് ഇതുപോലുള്ള കുറേ മന്ദബുദ്ധികളെ വിഡ്ഢികളെ വിളിച്ച് കയ്യിലുള്ള പൈസയും പോയി നേരവും കളഞ്ഞ് പിന്നെ ടി വി കണ്ട പ്രവാചകന്മാരെല്ലാം നമ്പറിൽ കുത്തി നല്ലപോലെ മുട്ടയിട്ടുകൊണ്ടിരുന്ന കോഴിയാണ് ഭാഷ. ഇപ്പം മുട്ട ഇടുന്നില്ല. എന്താന്ന് പ്രവാചകൻ പറയണമെന്ന്? അണ്ട് വചനം എത്ര പഠിച്ചിട്ടും പരിജ്ഞാനമില്ലാത്ത കുറേ മന്ദബുദ്ധി പെണ്ണുങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇമാതിരി കാര്യത്തിൽ പോയി തല വെച്ച് കൊടുത്തിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ ദൈവസഭയെക്കുറിച്ച് കുറ്റം പറയരുത്, ഉള്ള കാര്യം പറഞ്ഞേക്കാം. നിന്റെ മാങ്ങയും തേങ്ങയും ചക്കയും വീടും കുടുംബവും വിസയും ഇതൊന്നും പ്രവചിക്കുന്നവരല്ല ബൈബിളിലെ പ്രവാചകന്മാർ. ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞ ആ ഭാഗം വിടാം. നാം നിന്നെ ലോകത്തോട് അടുപ്പിക്കുന്നതൊന്നും ദൈവത്തിൻ്റെ പ്രവാചനമല്ല. ദൈവത്തിൻ്റെ പ്രവാചകൻ നിന്നെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കും. ഇത്രയും പറഞ്ഞങ്ങ് വിടാം. അല്ലാതെ ഈ ഓരോന്നീ കൊണ്ട് തല വെച്ചേച്ച് പിന്നെ അയ്യോ ആ പാസ്റ്ററുകളിലെ ഈ പാസ്റ്ററുകളിലെ നീ നല്ലതിൻ്റെ അടുത്ത് പോകാത്തതിന് ഞങ്ങളുടെ കുഴപ്പമാണോ? ബി ബാബു, രാജൻ, ഇങ്ങനെ കുറേ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ കർത്താവും പേര് വിളിച്ചിട്ടുണ്ട്. സക്കായിയേ ഇറങ്ങി വാ. ക്രിസ്റ്റൽ ക്ലിയറാ അല്ലേ? മുമ്പേ പറഞ്ഞു വെച്ചൊന്നുമില്ലല്ലോ. നാളെ ഞാൻ എരിഹോവിൻ്റെ അടുത്തൂടെ വരും, നീ മരത്തിൽ കയറിയിരിക്കണം, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വിളിച്ചോളാം എന്നൊന്നും പറഞ്ഞില്ലല്ലോ. കൃത്യം പ്രവചനമാണ്. സക്കായിയേ ഇറങ്ങി വാ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. പ്രിന്റിംഗ് മിസ്റ്റേക്ക് കൊണ്ട് പോലും ഒരു അധികം ഉണ്ടോ ബൈബിളിൽ?